ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ പഴയ ഹാങ്ങറും അതുപോലെ കുറച്ച് പ്ലാസ്റ്റിക് കുപ്പികളും കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പ്ലാന്ററിൻ്റെ ഐഡിയ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ എന്തായാലും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ദാ ഇതുപോലെയുള്ളൊരു ഹാങ്ങറാണ് ഞാനിവിടെ ഈ ഒരു ഗാർഡനിങ് ഐഡിയ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു ചെറിയ 3 പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് എടുത്തിട്ടുള്ളത്. ചെറുതന്നെയാണ് കേട്ടോ ഇതിന് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു ഹാങ്ങർ മൊത്തമായിട്ട് ജൂട്ട് കൊണ്ടൊന്ന് ചുറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് മൊത്തമായിട്ടൊന്ന് ചുറ്റിയെടുത്തിട്ട് വരാം. അപ്പോൾ ദാ ഹാങ്ങർ മൊത്തമായിട്ട് ജൂട്ട് കൊണ്ട് ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയും ഈ ഒരു പ്ലാസ്റ്റിക് കുപ്പികളുണ്ടല്ലോ, അതിൻ്റെ ഈ ഒരു സ്റ്റിക്കറൊക്കെ ഒലിച്ച് കളയണം. എന്നിട്ട് ഈ ഒരു ബോട്ടിലിന് ഫുള്ളായിട്ട് ചെറിയ ചെറിയ ഹോൾസുകൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ ഹോൾസുകൾ ഇട്ട് കൊടുക്കാൻ ഒരു പഴയ പപ്പടക്കോല് ഇങ്ങനെ ഗ്യാസുമ്മ നന്നായിട്ട് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഈ ബോട്ടിലിന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഹോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് നമുക്ക് ആവശ്യമില്ല, അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പം ഇനി എന്തായാലും ഇതിന് ഹോൾ ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ദാ ഞാനിവിടെ 3 ബോട്ടിലിന് ഹോൾസുകളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ബോട്ടിലിൻ്റെ മേൽഭാഗത്ത് 2 ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 ബോട്ടിലിനും ഞാനങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു 3 ബോട്ടിലിനും പോട്ട് മിക്സ് നിറച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ പോട്ട് മിക്സായിട്ട് മണ്ണും അതുപോലെ ചാണകപ്പൊടിയും മിക്സ് ചെയ്തതാണ് എടുക്കുന്നത്. ഇപ്പോൾ ദാ 3 ബോട്ടിലിനും ഞാൻ പോട്ട് മിക്സൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് ടാങ്കീസാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ടാങ്കീസ് ഈ മേൽഭാഗത്ത് ഉണ്ടാക്കിയ ഹോൾ ഉണ്ടല്ലോ അതിലൂടെ ഇട്ടിട്ട് ഒരു ഹാങ്ങിങ് പോലെ ആക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഈ 3 എണ്ണത്തിനും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ആ ഒരു ഹാങ്ങർ ഉണ്ടല്ലോ ജൂട്ട് കൊണ്ട് ചുറ്റി വെച്ചിട്ടുള്ള അതുമ്മേ ഈ ഒരു 3 പ്ലാസ്റ്റിക് കുപ്പികളും ഹാങ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ ഞാനിപ്പോൾ പോട്ടി മിക്സ് നിറച്ചത് ഇത് ചെറിയ ഹോളാണല്ലോ, മണ്ണ് പെട്ടെന്ന് ഇടാൻ നമുക്ക് പറ്റൂല. അപ്പം ഈ ഹാങ്കർമൊക്കെ ഹാങ് ചെയ്തിട്ടതിന് ശേഷം മണ്ണിടാൻ നിന്നിട്ടുണ്ടെങ്കിൽ ആ ഹാങ്ങർമ ജൂട്ടുമ്മൊക്കെ ആകെ മണ്ണായി പോകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പോട്ടി മിക്സ് നിറച്ചിട്ടാം. ഇപ്പോൾ ദാ 3ഉം നമുക്ക് ഇതുപോലെ ഒന്ന് ടാങ്കീസ് കൊണ്ട് റെഡിയാക്കിയെടുക്കാം.
ഇപ്പോൾ ദാ 3 ബോട്ടിൽസുകളും ഞാനിതുപോലെ ടാങ്കീസ് കൊണ്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയൊരു ഹാങ്കറുമ്പ് ഇത് കൊളുത്തിയിടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബോട്ടിൽ ഞാൻ ഹാങ്കറിൻ്റെ സെൻറ്ററിലായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ദാ ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 2 ബോട്ടിലും 2 സൈഡുകളിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ദാ 3 ബോട്ടിലുകളും ഹാങ്കറിന് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത് ഹാങ് ചെയ്ത് വരുമ്പോൾ. ഇനി ഇത് നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ വാളുമൊക്കെ ഇങ്ങനെ കൊളുത്തിയിടാം. ഇനി ഈ ഓരോ ബോട്ടിലുകളിലും പ്ലാന്റ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ 2 സൈഡിലുള്ള ബോട്ടിലുകളിൽ വാണ്ടറിങ് ജൂവും അതുപോലെ സെൻറ്ററിൽ മണി പ്ലാന്റും ആണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതാ പ്ലാന്റ്സൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇനി ആ ഒരു വാണ്ടറിങ് ജൂവും മണി പ്ലാന്റൊക്കെ നല്ല രീതിയിൽ വളർന്നു വരുമ്പോൾ ഇത് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ ഒരു പഴയ ഹാങ്കറും അതുപോലെ വലിച്ചെറിയുന്ന കുറച്ച് പ്ലാസ്റ്റിക് കുപ്പികളും കൊണ്ടാണ് ഞാൻ ഈ ഒരു ഗാർഡനിങ് ഐഡിയ ചെയ്തത്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതുപോലൊക്കെ ഇങ്ങനെ ഉള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ചെറിയൊരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻസുകളൊക്കെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.